നമസ്കാരം. ലോകത്തിന് മുന്നിൽ മധ്യസ്ഥന്റെ വേഷം കെട്ടിവന്ന് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാനെന്ന വ്യാജേന എത്തിയ പാകിസ്ഥാൻ ഇറാനെ സഹായിക്കാനായി 6 പുതിയ കരവ്യാപാര പാതകൾ തുറന്നുകൊടുത്തു. ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ കഴുത്തിന് പിടിക്കുമ്പോൾ അവർക്ക് ശ്വസിക്കാൻ വഴി തുറന്നു കൊടുക്കുന്ന പാകിസ്ഥാന്റെ ഈ നയം വൈറ്റ് ഹൗസിനെ ചൊടിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക നാവിക ഉപരോധം കടുപ്പിച്ചതോടെ ശ്വാസം മുട്ടിയ ഇറാന് പാകിസ്ഥാൻ നൽകുന്നത് വലിയ ആശ്വാസമാണ്. 6 പുതിയ പാതകളിലൂടെ ഇറാന്റെ ചരക്കുകൾ ഇനി പാകിസ്ഥാൻ വഴി ലോക വിപണിയിലെത്തും. ഇതാണ് പാകിസ്ഥാൻ നൽകിയ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇറാന്റെ തീരക്കടലിന് പുറത്ത് അമേരിക്കൻ കപ്പലുകൾ കാവൽ നിൽക്കുമ്പോൾ ഇറാന്റെ കപ്പലുകൾക്ക് പാക് തീരക്കടലിലൂടെ സുരക്ഷിതമായി അറബിക്കടലിലേക്ക് കടക്കാൻ ഇസ്ലാമാബാദ് അനുമതി നൽകി. അതായത് ട്രംപിന്റെ നാവികപ്പട നോക്കി നിൽക്കെ പാകിസ്ഥാന്റെ തണലിൽ ഇറാന്റെ കപ്പലുകൾ ചരക്കുമായി പറക്കും. അമേരിക്കയുടെ കണ്ണിലെ കരടായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയും ഗദ്വാർ തുറമുഖവും പരമാവധി പ്രയോജനപ്പെടുത്താനാണ് പാകിസ്ഥാൻ നോക്കുന്നത്. ഇറാന്റെ പക്കൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭിക്കാനും ഈ വഴിയിലൂടെ കടന്നുപോകുന്ന ചരക്കുകളിൽ നിന്ന് ടാക്സ് ഇനത്തിൽ കോടികൾ സമ്പാദിക്കാനും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു. തങ്ങളുടെ രാജ്യം പട്ടിണിയിലായ സാഹചര്യത്തിൽ അമേരിക്കയെ പിണക്കിയും ഇറാനെ സഹായിക്കുന്നത് ഈ സാമ്പത്തിക ലാഭം കണ്ടുതന്നെയാണ്. മധ്യസ്ഥ ചർച്ചകൾക്കായി പാകിസ്ഥാനെ വിശ്വസിച്ച ട്രംപ് ഭരണകൂടത്തിന് കിട്ടിയത് വലിയ തിരിച്ചടിയാണ്. പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് അമേരിക്കയുടെ സഹായങ്ങളാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഇറാന് സഹായം നൽകുന്നത് പാകിസ്ഥാൻ കളിക്കുന്ന വലിയൊരു ചൂതാട്ടമാണ്. ട്രംപ് ഈ നീക്കത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി പാകിസ്ഥാന്റെ ഭാവി. മധ്യസ്ഥന്റെ മുഖമുടി അഴിഞ്ഞു വീഴുമ്പോൾ പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ വീണ്ടും ഇരട്ടത്താപ്പിന്റെ പര്യായമായി മാറുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക ഇറാനുമേൽ സാമ്പത്തിക നാവിക ഉപരോധങ്ങൾ കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ പുതിയ നയതന്ത്രം. അതേസമയം ഇത് കേവലം വ്യാപാരം മാത്രമല്ലെന്നും പാകിസ്ഥാന്റെ തന്ത്രപരമായ നീക്കമാണെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയും ഗദ്വാർ തുറമുഖവും വഴി പ്രാദേശിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇസ്ലാമാബാദ് ലക്ഷ്യമിടുന്നതായിട്ടാണ് റിപ്പോർട്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് കടന്നുപോകാൻ ഈ നയം അനുമതി നൽകുന്നു. അതേസമയം ഇറാനെതിരെയുള്ള സാമ്പത്തിക യുദ്ധം കടുപ്പിക്കുകയാണ് അമേരിക്ക. ഉപരോധങ്ങൾ മറികടക്കാൻ ഇറാനെ സഹായിക്കുന്ന ഷാഡോ ബാങ്കിംഗ് ശൃംഖലയിലെ 35 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ US ട്രഷറി വകുപ്പ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ യാത്രയ്ക്ക് ഇറാൻ സൈന്യത്തിന് നികുതി നൽകുന്നവർക്കെതിരെയും കടുത്ത നടപടിയുണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സാമ്പത്തിക ജീവനാടി തകർക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആഗോള വ്യാപാരം തടസ്സപ്പെടുത്താനും ഭീകരപ്രവർത്തനങ്ങൾക്ക് പണം നൽകാനും ഇറാനെ ആരും സഹായിക്കരുതെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രസ്താവനയിൽ പറഞ്ഞു. 2025 ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 1000-ലധികം ഇറാൻ അനുകൂല വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ഇറാൻ സൗകര്യമൊരുക്കുന്ന വിദേശത്തെ ഷെൽ കമ്പനികളെയാണ് ട്രഷറി വകുപ്പ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകൾ ഈ ശൃംഖല വഴി നടന്നതായും കണ്ടെത്തി. ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയിലെ സ്വകാര്യ റിഫൈനറികൾക്കെതിരെയും അവരുമായി സഹകരിക്കുന്ന ബാങ്കുകൾക്കെതിരെയും നടപടിയുണ്ടാകും. ചൈനീസ് ബാങ്കുകൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ ശക്തമാണ്. നിലവിലെ ഉപരോധങ്ങൾ ഇറാന്റെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. മിസൈലുകൾക്കും മറ്റ് ആയുധങ്ങൾക്കും ആവശ്യമായ ഘടകങ്ങൾ വാങ്ങാൻ ഇറാൻ ഈ രഹസ്യ സാമ്പത്തിക ശൃംഖലയാണ് ഉപയോഗിക്കുന്നത്. പുതിയ ഉപരോധത്തോടെ ഇത്തരം ഇടപാടുകൾക്ക് വലിയ തടസ്സം നേരിടുമെന്നാണ് അമേരിക്കയുടെ കണക്കൂട്ടൽ. നിലവിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പ്രതിസന്ധിയിലാണ്. യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രം ആണവ ചർച്ചകൾ എന്ന ഇറാന്റെ പുതിയ നിർദ്ദേശം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതാണ് കാരണം. ആണവ വിഷയം പരിഗണിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് വൈറ്റ് ഹൗസ്.